ഹായ്, നമ്മളെല്ലാവരും ഓൺലൈൻ വഴി ഷോപ്പിംഗ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ വെളിയിൽ പോയി സാധനങ്ങൾ വാങ്ങാനുള്ള ബുദ്ധിമുട്ട് ഉള്ളവരുണ്ട്. അതല്ലാതെ അയ്യോ അവിടെ ചെന്നിട്ട് റേറ്റ് കൂടുതലാണ്, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ റേറ്റ് കുറവാണ്. പ്രത്യേകിച്ചുള്ള കാര്യമെന്ന് പറയുന്നത് ഈ റേറ്റിൻ്റെ ഇഷ്യൂ തന്നെയാണ് മിക്കവരും ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത്. കാരണം ഓൺലൈനിൽ കൊണ്ടുവരുമ്പോൾ നമുക്കൊന്നും അറിയണ്ട, കാരണം നമ്മൾ നടക്കണ്ട, പോകണ്ട, വണ്ടി എടുത്ത് പോകണ്ട, പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് തരും, പിന്നെ റേറ്റും കുറവാണ്. അതൊക്കെ ചിന്തിക്കുമ്പോൾ എല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയാണ് ചെയ്യുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, മീഷോ, അത് ഇത് എന്ന് വേണ്ട ഒരുപാടുണ്ട് ആപ്പുകൾ. അപ്പോൾ മിക്കവരും ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെയും ഞാൻ ഇന്നവരേക്കും ആമസോൺ വഴി ഞാൻ സാധനങ്ങൾ വാങ്ങുമ്പോൾ എല്ലാത്തിനും ഞാൻ ഇവിടെ വീട്ടിൽ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ക്യാഷ് കൊടുക്കാറുള്ളത്. അല്ലാതെ ഞാൻ പേയ്മെൻറ്റ് ചെയ്യാറില്ല. ഒരു എത്ര പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ എന്ത് തന്നെ സാധനങ്ങൾ വാങ്ങിച്ചാലും ഞാൻ പേയ്മെൻറ്റ് ചെയ്യാറില്ല. കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റുകളിൽ അവരുടെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് അവരുടെ വെബ്സൈറ്റിൽ കയറി നമ്മൾ സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പൈസ കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർ പ്രോഡക്റ്റ് അയക്കുകയുള്ളൂ. കാരണം ചിലപ്പോൾ അവർ നമുക്ക് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് സാമ്പത്തികം കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ അവർക്ക് ഒരു വിശ്വാസക്കുറവുണ്ടായിരിക്കും. കാരണം അവർ തരുമോ, കിട്ടിക്കഴിഞ്ഞാൽ തരാതിരിക്കുമോ, അപ്പോൾ അവർ ആ ഒരു ചിന്ത ജലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്നു, അവർ പ്രോഡക്റ്റ് അയക്കുന്നു. നല്ല ആൾക്കാർ ഒത്തിരിയുണ്ട് അങ്ങനെ ചെയ്യുന്നവർ, സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതലുണ്ട് ഈ ആൾക്കാരെ പറ്റിക്കാനിരിക്കുന്നവർ. കാരണം ഇവരുടെ ഫോട്ടോസും അല്ലെങ്കിൽ ഇവരുടെ സാരികളും അല്ലെങ്കിൽ ഇവരുടെ ഡ്രസ്സുകളും അല്ലെങ്കിൽ ഇവരെന്ത് സാധനങ്ങളാണോ ഇടുന്നത് അതിനെ അതേപോലെ എടുത്ത് അവർ വേറൊരു പേജ് ഉണ്ടാക്കി അതിൽ ചെയ്ത് അങ്ങനെ പണം തട്ടിപ്പ് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നലെ എൻ്റെ അനിയത്തി ഇൻസ്റ്റാഗ്രാം പേജിലെ ഏതോ ഒരു ഡ്രസ്സ് കണ്ടിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവൾ ഓർഡർ ചെയ്ത സാധനമല്ല വന്നത്, ഇതവൾക്ക് കയറത്തുമില്ല, പൈസയും പോയി. അപ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാനായിട്ട് പറ്റില്ലല്ലോ, കാരണം നമ്മളായിട്ട് ചെയ്തതാണല്ലോ. അപ്പോൾ ഇപ്പോൾ വീണ്ടും ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുന്നത് കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയുടെ തന്നെയാണ്. അഹാന അവരുടെ ഫാമിലി. അപ്പോൾ അവർ ഒരു ബിസിനസ് നടത്തുന്നുണ്ട്, വസ്ത്ര വ്യാപാരമാണ്. അപ്പോൾ അവർ എല്ലാ സ്ത്രീകളും കൂടെ ചേർന്ന് ചെയ്യുന്ന സിയ ബൈ അഹാദീക്ഷിക എന്ന ഒരു വെബ്സൈറ്റാണ്. അവരുടെ സാരിയാണ് കൂടുതലും കൊടുക്കുന്നത്. അപ്പോൾ ഈ സാരികൾ അമിതമായി വില ഈടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ മറ്റ് വെബ്സൈറ്റുകൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവരുടെ അടുത്ത് ഈ പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്കും ഇത്രയധികം പൈസ ആവുന്നില്ല, ഇത് ഇവർ ചെയ്യുന്നതിന് 14,000 രൂപ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ക്യാഷിൻ്റെ ഒരുപാട് ഡിഫറൻസ് ഒക്കെയും പറഞ്ഞ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. പക്ഷെ ഇത് ഇങ്ങനെ ഒന്നും പറയേണ്ട ഒരു ആവശ്യം ഇല്ല എന്ന് എനിക്ക് തോന്നി. കാരണം കുറച്ച് ദിവസം മുൻപാണ് അഹാനയുടെ ഫാമിലിയൊക്കെ മുത്തശ്ശിയുടെ വിഷയത്തിലൊക്കെ ഭയങ്കര ഏറെ പോയിട്ട് തിരിച്ച് വന്നതേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഈ കാര്യം പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഓൺലൈൻ വഴി ബിസിനസ് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ. കാരണം ഇപ്പോൾ ഒരു ഇച്ചിരിയെങ്കിലും ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സീരിയൽ നടിമാർ, സിനിമ നടിമാർ, അല്ലെങ്കിൽ ഏത് മേഖലയിൽ ഇപ്പോൾ ഇത്തിരി നിന്നിരുന്നാലും അവരെല്ലാം ചെയ്യുന്ന ഒരേ ഒരു ബിസിനസ് എന്ന് വെച്ചാൽ അത് ഈ ഡ്രസ്സിൻ്റെ ബിസിനസ്സാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇവർക്കൊന്നും വേറെ ഒന്നും കിട്ടിയില്ലേ എല്ലാവരും. കാരണം ഇത് ആരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കും എന്ന രീതിക്ക് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം എവിടെ നോക്കിയാലും ഇവർ സാരി ബിസിനസ്, അവർ സാരി ബിസിനസ്, ഇവർ ഡ്രസ്സിൻ്റെ ബിസിനസ്, എല്ലാവരും ഇത് തന്നെയാണ്. അതെന്തോ ചിലപ്പോൾ അവർക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ടായിരിക്കും. കാരണം അവർക്കൊക്കെയും സെലിബ്രിറ്റീസുകളാണല്ലോ, അപ്പോൾ അവരിന്നൊക്കെ വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇന്ന് നടക്കുന്ന ഈ ഒരു വിഷയം എന്ന് പറയുന്നത് വേണ്ടാത്ത ഒരു കാര്യം പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഈ വിലയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ മുമ്പ് ഓൺലൈൻ വഴി ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പറ്റുന്ന ഞാൻ ഈ ഡ്രസ്സും കൊണ്ടുപോയാണ് അത് എടുത്തത്. പക്ഷേ അത് കാണുമ്പോൾ നമുക്ക് വലിയ വ്യത്യാസം തോന്നില്ല. പക്ഷേ ആ ഡ്രസ്സ് തൊട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ ഡ്രസ്സും അല്ലെങ്കിൽ ഞങ്ങൾ ഷോപ്പിൽ ചെന്ന് വാങ്ങിച്ച ഡ്രസ്സും നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അവിടെയാണ് ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും. കാണുമ്പോൾ സെയിം ആയിരിക്കും, പക്ഷെ തൊടുമ്പോഴാണ് ആ ഒരു ഫീല് നമുക്ക് മനസ്സിലാകുന്നത് എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന്. ഒരു തുണി നമുക്ക് ചിലപ്പോൾ പിടിച്ചു നോക്കുമ്പോൾ തന്നെ എന്ത് നല്ലൊരു തുണിയാണ്. ചിലതൊക്കെ നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ തന്നെ ഒരു കിറുകിറി പോലെ തോന്നും.
അപ്പോൾ ആ ഒരു ഡിഫറൻസ് വരും. കാരണം ക്വാളിറ്റി സെയിം ആയിരിക്കില്ല. ഓരോ സാധനത്തിനും ഓരോ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ എത്ര താഴേക്കാണോ നോക്കുന്നത്, അല്ലെങ്കിൽ ഇതേ കളറിൽ അല്ലെങ്കിൽ സെയിം സാധനം എത്ര റേറ്റ് വരെ ആകാം. അപ്പം ആ ഒരു ക്വാളിറ്റിയെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ വില കൂടുന്നതിനനുസരിച്ച് ചില ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും. അത് ഞാൻ എല്ലാവരുടെ കാര്യത്തിലും ഇത് ഓക്കെ ആണെന്ന് പറയുന്നില്ല. കാരണം അങ്ങനെയും വരാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചിന്തിക്കുന്നത്, ഓരോ മൈൻഡാണ്. കാരണം എൻ്റെ പ്രോഡക്റ്റുകൾ എനിക്കിത്ര വിലയ്ക്ക് വിൽക്കണം എന്ന് അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വിലയ്ക്ക് അവർ വിൽക്കത്തുള്ളൂ. അല്ലാതെ എൻ്റെ പ്രോഡക്റ്റ്, എൻ്റെ അല്ലെങ്കിൽ ഞാൻ വിൽക്കുന്ന സാധനങ്ങൾ എൻ്റെ എല്ലാവർക്കും വാങ്ങാൻ പറ്റണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ കിട്ടണം, അവർക്ക് അമിതമായിട്ട് വില ഇട്ടാൽ എനിക്കൊന്നും കിട്ടത്തില്ല, അല്ലെങ്കിൽ എൻ്റെ നിന്ന് ആരും വാങ്ങത്തില്ല എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർ ആ ഒരു റേറ്റ് ഇടും. പിന്നെ ഇവർ ഒരു സാധനം ചിലപ്പോൾ വാങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ ഇത്ര പേര് പോയി, അവരുടെ എക്സ്പെൻസ്, അവർ വണ്ടി പിടിച്ചാണ് പോയത്, അത് ഇത് എല്ലാം കൂടെ ചേർത്ത് എഴുതി കൂട്ടി വെച്ചിട്ടാണ് ഈ ഒരു റേറ്റ് ഇട്ട് കഴിഞ്ഞ് ചിലപ്പോൾ അങ്ങനെയും കൂടാൻ ചാൻസ് ഉണ്ട്. അതല്ലാതെ ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോൾ ഓൺലൈൻ വഴി ബിസിനസ് ചെയ്യാത്ത ആളുകൾ ആരും തന്നെ ഇല്ല. അപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്കും ഞാൻ ചിന്തിച്ചത്, കാരണം കോമ്പറ്റീഷൻ ആണല്ലോ. കാരണം എൻ്റെ കയ്യിൽ ഈ ഒരു സാധനം ഉണ്ട്, പക്ഷെ ഞാൻ ഈ ഒരു റേറ്റിനാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ ഒരു സാധനം ഉണ്ട്, അപ്പോൾ നിങ്ങൾ ഇത്രയും വിലയ്ക്ക് ഈടാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതല്ലേ ലാഭം. കാരണം ഇപ്പോൾ ഓണമൊക്കെ വരാൻ പോവുമല്ലേ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതാണ് ലാഭം. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ ഇത്ര അധികം പൈസ പോവും, ഇത്ര അധികം ക്യാഷ് ആവും എന്നും ഒരു പക്ഷേ ചിന്തിക്കാം. അവർ ചിന്തിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാം. കോമ്പറ്റീഷൻ ആയിരിക്കും. കാരണം ഒരാൾ ഇത്ര അധികം വില കുറച്ച് വിൽക്കുന്നു, അപ്പോൾ എനിക്കതിന് പറ്റില്ല, അപ്പം എനിക്ക് സെയിൽ നടക്കില്ല, അല്ലെങ്കിൽ എൻ്റെ അവർ പറ്റിപ്പാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിക്ക് ചിലപ്പോൾ ചിന്തിച്ച്, അല്ലെങ്കിൽ ആ ഒരു രീതിക്കായിരിക്കാം അവരങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരിക്കുക. കാരണം ഇവർ ഇത്ര അധികം വില ഈടാക്കുന്നു എന്ന് പറയുന്നു. കാരണം ഇവരാരും നിങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നിട്ട് ഈ പ്രോഡക്റ്റ് നിങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ ഇത് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ ആരും നിരന്തരം വന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ വിളിച്ച് ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല. അയ്യോ നിങ്ങളിത് വാങ്ങിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഇതാണ് അങ്ങനെ ഡെയിലി നിങ്ങൾക്ക് ഇങ്ങനെ ഫോൺ വിളി വരുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കുമോ, ഇതാണ് ഞങ്ങളുടെ റേറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ഇന്നലെ ഞങ്ങൾ ബാലരാപുരത്തൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ 100 രൂപ മുതൽ 600 രൂപ വരെയുള്ള ചെരുപ്പുകളുടെ ഒരു മേളയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അമ്മ, അനിയത്തി, കുഞ്ഞമ്മ എല്ലാവരുമായിട്ടാണ് പോയത്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന, കാരണം ഞാൻ ഇടുന്ന കുറച്ച് മോഡലുകൾ, അല്ലെങ്കിൽ ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്ന മോഡലുകൾ, അല്ലെങ്കിൽ ഞാൻ ഇട്ട് ശീലമുള്ള മോഡലുകൾ, അതവിടെ എനിക്ക് കാണാൻ പറ്റില്ല. അപ്പം ഞാൻ എടുത്തിട്ടില്ല, ബാക്കി എല്ലാവരും എടുത്തു. എൻ്റെ അമ്മയ്ക്കും വേണ്ടെന്ന് പറഞ്ഞു. കാരണം അമ്മയ്ക്ക് കുറച്ച് സോഫ്റ്റ്നെസ് ഒക്കെ ഉള്ള ചെരുപ്പാണ് ഇഷ്ടം. പക്ഷേ കുഞ്ഞമ്മ പറഞ്ഞു ഇല്ല, അവൾക്ക് എടുക്കണം, വന്നിട്ട് ഒരെണ്ണം പോലും എടുക്കാതെ പോയാൽ ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഒരെണ്ണം അവർ വാങ്ങിച്ചു കൊടുത്തു. അമ്മയോട് ഞാൻ ചോദിച്ചപ്പോൾ വേണ്ട, എനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. കൊള്ളത്തില്ല എന്നല്ല പറഞ്ഞു, എല്ലാ പ്രോഡക്റ്റുകളും നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ അവർക്ക് ഇഷ്ടപ്പെടണം. അപ്പോൾ ഇഷ്ടപ്പെടുന്നതല്ലേ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കൂ. എല്ലാം നല്ല സാധനങ്ങളാണ്. ഇത് എസ്പെഷ്യലി അത് മെൻസിൻ്റെ കളക്ഷൻസ്, മെൻസിൻ്റെ ഫുഡ് വെയർ നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ട്, പക്ക ഷൂ ഒക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പോലും എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കാത്ത ആ മോഡലുകളായതുകൊണ്ട് ഞാൻ എടുത്തില്ല, അത്ര മാത്രമേ ഉള്ളൂ പറഞ്ഞത്. അപ്പോൾ കോമ്പറ്റീഷൻ ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾ വാങ്ങാവൂ. ഇവരാരും വന്ന് നമ്മളെ നിർബന്ധം പിടിക്കുന്നില്ല നമ്മൾ വാങ്ങണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പൈസ മുടക്കാനുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുക. അതല്ലാതെ നിങ്ങൾ ഇവരെ എന്നും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. ഇനി വില കുറഞ്ഞു വിൽക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ആ പറഞ്ഞ ക്വാളിറ്റി ചിലപ്പോൾ കുറവായിരിക്കാം, ചിലപ്പോൾ കളർ പോവും, ചിലപ്പോൾ എന്തെങ്കിലും ഡാമേജ് എന്നല്ല, ചിലപ്പോൾ കളർ പോകുന്നതാണെങ്കിലോ, അല്ലെങ്കിൽ തുണിക്ക് അത്രയും ഒരു സോഫ്റ്റ്നെസ് ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അത്രയും ഒരു ക്വാളിറ്റി ഒട്ടും കാണത്തില്ല. പിന്നെ ഞങ്ങൾ അത്രയും ഫേമസ് അല്ല, നമ്മൾ അത്രയും സെലിബ്രിറ്റീസ് അല്ല, അങ്ങനെയൊക്കെ ചിന്തിച്ച് ഓരോരുത്തരും ഓരോ റേറ്റാണ് ഇടുന്നത്. കാരണം ഇപ്പോൾ എല്ലായിടത്തും ഓൺലൈൻ ബിസിനസ് തന്നെയാണ്, എല്ലാവരും തുണിയുടെ ബിസിനസ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും കുറച്ച് വിറ്റാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും, നമുക്ക് കുറച്ചുകൂടെ ആൾക്കാർ നമ്മളെ കാണും, അല്ലെങ്കിൽ നമ്മളെ വാങ്ങും, അങ്ങനെയൊക്കെ ചിന്തിച്ചായിരിക്കും ഓരോരുത്തരും ഓരോ വിലയും ഈടാക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെയും മനസ്സ് പോലെ ഇരിക്കും, അത് ചിന്തിക്കുന്നതും അങ്ങനെയാണ്,
അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന എല്ലാവരും അവരവരുടെ മനസ്സ് പോലെയാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെയും ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇത് വാങ്ങുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. കാരണം അവരെ കണ്ടും ഇവരെ കണ്ടും അവർ പറയുന്നത് കേട്ട് ഇവർ പറയുന്നത് കേട്ട് നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക. അവർ ഓരോ പരസ്യം ചെയ്യും, അവരെ എല്ലാത്തിനും പരസ്യം ചെയ്യും, അവർ ഇടുന്ന എല്ലാ സാധനങ്ങൾക്കും അവർ പരസ്യം ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുക, ഇല്ലെങ്കിൽ വാങ്ങാതിരിക്കുക. അതല്ലാതെ അവർ ഇത്ര രൂപയ്ക്ക് വിൽക്കുന്നു, അവർ ഇത്ര രൂപയ്ക്ക് വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിൽക്കുക. നിങ്ങൾക്ക് എത്ര രൂപയ്ക്കാണോ കൊടുക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ കൊടുക്കുക. നിങ്ങളിൽ നിന്ന് താല്പര്യമുള്ളവർ നിങ്ങളിൽ നിന്ന് വാങ്ങട്ടെ, അല്ലെങ്കിൽ അത്ര റേറ്റിന് ഭയങ്കരമായിട്ടുള്ള റേറ്റിന് കൊടുക്കുന്നവർ അല്ലെങ്കിൽ അത് വാങ്ങാൻ താല്പര്യമുള്ളവർ അതിൽ നിന്ന് വാങ്ങട്ടെ. പക്ഷേ ഇതിപ്പോൾ പറയേണ്ട ഒരാവശ്യവും ഇല്ല. കാരണം അവർ ഓണമൊക്കെ അല്ലേ ഇപ്പോൾ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ബിസിനസ്സുകൾ നടക്കണം. അതല്ലാതെ ഒരാളെ താഴ്ത്തി കെട്ടിക്കൊണ്ട് ഒരാൾ ഉയരത്തിലേക്ക് വരാനായിട്ട് ശ്രമിക്കരുത്. അത് ആര് തന്നെ ആയിരുന്നാലും, അത് സെലിബ്രിറ്റീസുകളായിക്കോട്ടെ, അതല്ലാതെ സാധാരണ ബിസിനസ് ചെയ്യുന്ന ആരും ആയിക്കോട്ടെ, ഒരാളെ താഴ്ത്തിയിട്ട് നിങ്ങളായിട്ട് ഉയരാനായിട്ട് നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. അതൊരിക്കലും നല്ല കാര്യമല്ല. ഓക്കെ.